1950 സൈക്കോളജിസ്റ്റ് ഹാരി ആർലോ ഒരു പരീക്ഷണം നടത്തി. കുരങ്ങന്മാരിലെ പരീക്ഷണം നടത്തിയത്. ജനിച്ച മണിക്കൂറുകൾ കഴിഞ്ഞ കുരങ്ങൻ്റെ കുഞ്ഞുങ്ങളെടുത്തിട്ട് അമ്മയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വേറൊരു സെപ്പറേറ്റ് കേജിലിട്ട്, എന്നിട്ട് അദ്ദേഹം ആർട്ടിഫിഷ്യൽ 2 അമ്മമാരുണ്ടാക്കി വെച്ചു. ഒരു അമ്മ കുരങ്ങനെ ഉണ്ടാക്കിയത് വയറുകളും ഉണ്ടാകും. എന്നിട്ടൊരു ഫീഡിങ് ബോട്ടിലേക്ക് വെച്ച് അതിന് ഫീഡ് ചെയ്യാൻ പറ്റും, പാലുണ്ട്. രണ്ടാമത്തെ അമ്മ കുരങ്ങനെ അദ്ദേഹം ഉണ്ടാക്കിയത് സോഫ്റ്റ് ആയിട്ടുള്ള ടെറി ക്ലോത്ത് വെച്ചിട്ടുണ്ടാക്കിയത്, കംഫർട്ടായിട്ടുള്ള ഒരു സോഫ്റ്റ് അമ്മ. ഈ കുഞ്ഞുങ്ങൾ ഭൂരിഭാഗം സമയത്തും അവർ ഈ ടെറി ക്ലോത്ത് കൊണ്ടുണ്ടാക്കിയ സോഫ്റ്റ് ആയിട്ടുള്ള അമ്മയുടെ മടിയിൽ പോയിരിക്കും, അതിനെ കെട്ടിപ്പിടിക്കും. വിശക്കുമ്പോൾ മാത്രമാണ് ഈ വയർഡായിട്ടുള്ള അമ്മയുടെ അടുത്ത് പാൽ കുടിക്കാൻ വരുന്നത്. അതുവഴി ഹാരി തെളിയിച്ചൊരു കാര്യം ഇതാണ്: ഒരു കുഞ്ഞിന് ഏറ്റവും അത്യാവശ്യം, വളർന്നു വരുന്ന ഒരു കുഞ്ഞിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് അമ്മയുടെ കംഫർട്ടാണ്, അമ്മയുടെ സോഫ്റ്റായിട്ടുള്ള ഹഗ്ഗാണ്. ഉദരത്തിൽ വളർന്നു വരുന്നൊരു കുഞ്ഞ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് ഈ സെൻസ് ഓഫ് ടച്ചാണ്. അത് 3-ാമത്തെ ആഴ്ചയിൽ ആരംഭിക്കും. 16-ാമത്തെ ആഴ്ച ചെയ്യുമ്പോഴേക്കും ഒരു കുഞ്ഞിൻ്റെ ശരീരം മുഴുവൻ ഈ സെൻസ് ഓഫ് ടച്ച് ഡെവലപ്പ് ചെയ്തിരിക്കും എന്ന് പറയാം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും അവസാനം ഫെയ്ഡ് ചെയ്ത് പോകുന്ന സെൻസറി സിസ്റ്റവും ടച്ച് എന്ന് പറയാം. അതുകൊണ്ടാണ് പ്രായമായിട്ടുള്ള ആൾക്കാർ അവർ കുഞ്ഞുങ്ങളെ പോലെ തന്നെ ടച്ച് ആഗ്രഹിക്കുന്നവരാണ്. അതില്ലെങ്കിൽ അവർ ഐസൊലേറ്റഡ് ആവും, അവർ ഡിസോറിയൻറ്റഡ് ആവും എന്ന് പറയാം. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നു, കുഞ്ഞുങ്ങളെ തടയരുത്. ഈ അമ്മമാരെന്തിനാ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന? ഈശോ തൊട്ട് അനുഗ്രഹിക്കാനാണ്, ഈശോയുടെ ടച്ചിന് വേണ്ടിയാണ്. ഈശോ അവരെ കൈകളിലെടുത്ത് തൊട്ട് അനുഗ്രഹിക്കുകയാണ്. ഒരു കുഞ്ഞിന് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് ടൈം ആൻഡ് ടച്ച്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് സമയം കൊടുക്കുക, അവരൊരുപാട് കെട്ടിപ്പിടിക്കുക.